ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മോക്കോ എല്ലാം പണിയുന്ന വർക്ക് കാരണവും പിന്നെ ജോലി തിരക്ക് കാരണവും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനും ഒന്നുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും എന്താ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ 360 ക്യാമറ. എൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? മാരകമല്ലേ? അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളെ മോക്കോ പണി സെറ്റായിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് പാർട്ടുകൾ ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ആരും നമ്മളെ മറന്നിട്ടൊന്നും ഇല്ലല്ലേ. പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ കണ്ടൻറ്റിൻ്റെ കുറച്ച് ക്ഷാമം കാരണമാണ് വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ ചെറിയ ചെറിയ ഷോർട്ടൊക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ട്, അത് കുറച്ച് പേരെ കാണുന്നുണ്ട്, കുറച്ച് റീച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്തായാലും നിങ്ങൾ നമ്മളുടെ മോക്കോയുടെ പണിയിലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ മിസ്സായി, എടുക്കാനായിട്ട് പറ്റിയില്ല. മഴയും വന്ന് അതിനിടയിൽ തന്നെ ഈ ചെറിയ ആ ഒരു പാർട്ട് ജസ്റ്റ് നമ്മൾ കണ്ടിട്ടു. മോക്കോയിൽ ഫ്രണ്ട് ഡുവൽ ഡിസ്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അന്ന് ചെയ്തപ്പോൾ നമ്മൾ ഫുള്ള് വർക്കിംഗ് ആക്കിയില്ലായിരുന്നു, കാരണം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഓട്ടിക്കാൻ വേണ്ടി മാത്രം ആക്കി വെച്ചു. അപ്പോൾ ഇന്ന് ഡുവൽ ഡിസ്ക് നമ്മൾ ഫുള്ളോടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലോയിയാണ്. അലോയിൽ രണ്ട് സൈഡ് ഡിസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ വേറെ ഒരു വണ്ടിയിൽ ചെയ്യുന്നുണ്ട്, ഒരു V3 ഉണ്ട്, അതിന് RC ഉണ്ട്. അപ്പോൾ അന്നേരത്തെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ NS കയറ്റുന്നത് മാത്രമാണ് പറഞ്ഞിരുന്നത്. നമ്മളെ വണ്ടിയിലെ പണി ടോട്ടലങ്ങ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അന്ന് നമ്മളൊക്കെ ഞാൻ കാണിച്ചതെന്ന് ഓർമ്മയില്ലേ, ഡൊമിനാറിൻ്റെ ലൈറ്റ് കെട്ടുന്നത്, ആ ഡൊമിനാറിൻ്റെ ഡൂം അകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു V3 പണിയായിട്ടിട്ടുണ്ട്. ഈ V3 ഇതിൽ എന്ത് ചെയ്യാനാണ് എഞ്ചിനിൽ? എഞ്ചിൻ പോർട്ട് ചെയ്യും. ഓക്കെ, എടാ V3 ഫുള്ളോടെ ഇളക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് V3 ഇളക്കുന്നതിൻ്റെ കോലം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ഓട്ടിക്കും റോട്ടിലിട്ട് എൻജിൻ സെറ്റായതിനു ശേഷം. പിന്നെ വേറൊരു V2 ഇരിപ്പുണ്ട്. പിന്നെ ടിപ്പിക്കൽ റൈഡിൻ്റെ NS, പിന്നെ നമ്മൾ ത്രിബിളോയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ത്രിബിളോയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മോക്കോ ഇന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. ഡുവൽ ഡിസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യാം. കാരണം ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയുടെ കുറച്ച് പാർട്ടുകൾ കാണിക്കുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഇനിയും ഒരുപാട് വണ്ടികൾ പണിയാനുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഒരു RC ഉണ്ട്, ഒരു NS, പിന്നെ ഇതിനൊക്കെ ഒരു V3 ചെയ്യുന്നുണ്ട്, ഒരു V2 ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളെ പൈപ്പിൽ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് പേപ്പർ വെച്ചൊന്ന് ചെറുതായിട്ട് ചുരണ്ടി ഒന്ന് കളയണം. ഈ സൈഡും ലെഫ്റ്റ് സൈഡ് പൈപ്പ് നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ചെയ്യും. WP സൈഡിലത്തെ WP തേച്ച് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് അന്നേരത്ത് കാണിച്ചു തരാം കറക്റ്റ് വീഡിയോ. പിന്നെ നമ്മളെ മോക്കോയിൽ ചെയ്തിരിക്കുന്ന മാറ്റമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നമ്മളെ KTM RCയുടെ RC ഡ്യൂക്ക് സീരീസിലേക്ക് വരുന്ന അലോയിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, സിമ്പിളായിട്ട് കറങ്ങിയാണ്, ഒരു ഇതൊന്നുമില്ല. കണ്ടോ, നമ്മൾ ബാക്കിൽ ഇപ്പോൾ കാലിബർ വെച്ചിട്ടില്ല, കാലിബർ എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ വണ്ടി ഇപ്പോൾ വൃത്തിയില്ലാതെ ഇരിക്കുന്ന പണി നടക്കുന്നതുകൊണ്ടാണ് ഫുള്ള് പണി തീർത്തിട്ട് വീഡിയോ എടുക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞാൽ അവർക്ക് ഡുവൽ ഡിസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. കാരണം ട്രിവാൻഡ്രത്ത് കുറവാണ് ഡുവൽ ഡിസ്ക്. ഞാനും ഒരുപാട് തിരക്കായിരുന്നു, പിന്നെ ഇല്ലായിരുന്നു. ഇവിടെ ഇവിടെ മാത്രമാണ് ചെയ്യുന്നത്, ടിപ്പിക്കൽ റൈഡർ മാത്രമാണ് ചെയ്യുന്നത്. ടിപ്പിക്കൽ റൈഡർ എന്നൊക്കെ തന്നെ നമ്മളെ വേറൊരു ചേട്ടനുണ്ട്, മിട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അവർ മാത്രമാണ് ചെയ്യുന്നത്, വേറെ ആരും ചെയ്യുന്നില്ല. UST ഫോർക്കൊക്കെ വയ്ക്കാനായിട്ട് ഞാൻ ഒരുപാട് ഈ ഫോർക്ക് സാധനം എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരുപാട് നലഞ്ഞ്. പിന്നെ ഈ ഡൂം ഞാനാണ് സെറ്റ് ചെയ്തത്. അങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാനാണ് ഇളക്കി ഇതൊക്കെ സെറ്റ് ചെയ്തത്, ഒട്ടിച്ചതല്ല, സെറ്റ് ചെയ്തത്. വൃത്തിയില്ലേ, ഇതിലായിട്ടുണ്ടല്ലേ. ഇതെങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൊള്ളാമോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. പിന്നെ ഫ്രണ്ട് ഡ്യൂക്കിൻ്റെയൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഞാൻ ഓട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലെല്ലാം വീഡിയോ എല്ലാം ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒന്നുകൂടെ ഇളക്കി പൊളിച്ച് ഒന്നുകൂടെ ഇനി സെറ്റ് ചെയ്യണം. ഫുള്ള് സെറ്റ് ചെയ്ത് ഒന്നുകൂടെ എടുക്കണം. പിന്നെ ഡുവൽ ഡിസ്കിൻ്റെ അവിടെ നമ്മൾ കറക്റ്റ് ഫിറ്റിങ്ങും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞില്ല, ത്രിബിളോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മാത്രം ഓട്ടിക്കാനായിട്ടുള്ളൊരു ഇതിലായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ സൈഡ് പൈപ്പ് കണ്ടോ, ഈ സൈഡ് പൈപ്പ് ഇങ്ങോട്ട് തിരിച്ച് ഇത് കണക്ക് തിരിച്ച് ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുവയ്ക്കും. ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുവച്ചിട്ട് കാലിബർ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു വോയിസ് രണ്ടാമത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ പകുതിയും നമുക്ക് മിസ്സായി, കാരണം SD കാർഡിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, കാരണം ചില പാർട്ട് മാത്രമേ കിട്ടിയതുള്ളൂ. പിന്നെ അതിനൊക്കെ ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുത്താനുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോയിലാണ് ഞാൻ ഇപ്പോൾ വോയിസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെയൊക്കെ എടുത്ത വീഡിയോസ് മൊത്തവും പോയി. അപ്പോൾ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ടാണ് അതെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്തത്.
അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇനി ഇതിനേക്കാളും സെറ്റാക്കി എടുക്കാം. അപ്പോൾ മോക്കോയുടെ പണിയിൽ ഡുവൽ ഡെസ്കും കാര്യങ്ങളെല്ലാം സെറ്റായി വർക്കിംഗ് ആകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് മാത്രം ഇട്ടാൽ മതി, റിപ്ലൈ തരാം. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഞാൻ ചെയ്തു തരാം എൻ്റെ സബ്സ്ക്രൈബറിന്. പിന്നെ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ലവ് യു ആൾ.